റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. സൈബർ ആക്രമണത്തിനെതിരെ പൊട്ടിത്തെറിച്ച് മുൻ മന്ത്രി ജി സുധാകരൻ. ആലപ്പുഴയിൽ പൊളിറ്റിക്കൽ ഗാങ്സ്റ്ററിസം എന്നാണ് വിമർശനം. ആലപ്പുഴയിലെ നേതാവാണ് തനിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ. ജില്ലാ കമ്മിറ്റി അംഗം കെ ഷാജു അധിക്ഷേപിച്ചതിൽ ജില്ലാ നേതൃത്വം സമാധാനം പറയണം. പേരെടുത്തു പറയുന്നു, വെട്ടിത്തുറന്നു പറയുകയാണ് ജി സുധാകരൻ. കൊള്ളക്കാരിൽ നിന്ന് മാത്രമേ ഇത്തരം പെരുമാറ്റം കണ്ടിട്ടുള്ളൂവെന്നും ജി സുധാകരൻ പറഞ്ഞു. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. തുറന്നടിക്കുകയാണ് ജി സുധാകരൻ. ഏറ്റവും ഒടുവിൽ വന്നത് CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു കെ ഷാജുവിൻ്റെയാണ് 2 പോസ്റ്റ്. അപ്പോൾ ഞാൻ കോൺഗ്രസിൽ പോകാൻ പോകണു എന്നൊക്കെയുള്ള പ്രവചനങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ എനിക്കതിൽ പോസ്റ്റ് ഇടണമെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ജില്ലാ നേതൃത്വം അതിന് സമാധാനം പറയണം. അശ്ലീല ഭാഷകൾ ഉപയോഗിച്ച് പോസ്റ്റ് അതിലൊക്കെ താഴെ എൻ്റെ അച്ഛനെ പറയും, എൻ്റെ അച്ഛനെ അദ്ദേഹം ഒന്ന് വിളിച്ചു. എൻ്റെ അച്ഛനെ പറയേണ്ട കാര്യം എന്താ? പാവപ്പെട്ട മനുഷ്യൻ രക്തസാക്ഷിയായ എന്നെ ഞങ്ങളിൽ നിന്ന് എടുത്തിട്ട് സ്വന്തമാക്കിയിട്ട് സംസാരിക്കുക. അത്ര ആഭാസകരവും ഭീഭത്സവുമായൊരു അനുഭവമാണ് ഇത്. നമ്മൾ കൊള്ളക്കാരുടെ ഭാഗത്തെ കണ്ടിട്ടുള്ളത്. മനഃപൂർവ്വം അമ്പലപ്പുഴയുള്ള ഒരു നേതാവിന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 4-5 വർഷങ്ങളായി നടത്തുന്ന ഏറ്റവും പാർട്ടിക്ക് യോജിക്കാത്ത സംസ്കാരശൂന്യമായ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ കളിമാറി തീക്കളിയായിരിക്കുക. അതാണ് സംഭവിച്ചിരിക്കുന്നത്. കളിമാറി തീക്കളിയായി മാറുകയാണോ ശരത്തെ? ഗുഡ് മോർണിംഗ്. അമ്പലപ്പുഴയിലുള്ളൊരു നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ഗാങ്സ്റ്ററിസം എന്നാണ് പറയുന്നത്. ആ വാക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. കെ ഷാജുവിന്റെ പേരെടുത്ത് പറയുന്നുണ്ട്. ജില്ലാ കമ്മിറ്റി ഇതിനൊക്കെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണെന്ന് പറയുന്നുണ്ട്. പൊട്ടിത്തെറിക്കുകയാണോ നിവൃത്തിയില്ലാതെ ജി സുധാകരൻ? ഗുഡ് മോർണിംഗ് ശരത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജി സുധാകരൻ പല ഘട്ടങ്ങളിലും സൈബർ ആക്രമണങ്ങൾക്കെതിരെ വിമർശനം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി വേദിയിലും മറ്റ് പരിപാടികളിലും ഒക്കെ തന്നെയായി താൻ നേരിടുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് പറഞ്ഞു വെക്കാറുണ്ട്. പക്ഷേ ഇത്തവണ പറഞ്ഞത് കൃത്യമായി പേരെടുത്തുകൊണ്ടുള്ള വിമർശനമാണ്. അതായത് ജില്ലാ കമ്മിറ്റി അംഗം കെ ഷാജു, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി, ഒപ്പം SFIയുടെ നേതാവ് അക്ഷയ്, അതിനു പുറമെ പുന്നപ്രയിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജഗദീഷ്, അങ്ങനെ ആളുകളുടെ പേരെടുത്തുകൊണ്ടുള്ള കൃത്യമായ വിമർശനമാണ്. അല്ലെങ്കിൽ കൃത്യമായി ആരൊക്കെയാണ് തന്നെ അധിക്ഷേപിക്കുന്നത്, ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് കൃത്യമായി ഈ ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നു. അമ്പലപ്പുഴയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ CPM നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നത്. അതായത് കൃത്യമായി ജി സുധാകരൻ പറയുന്നത് ആലപ്പുഴയിൽ പൊളിറ്റിക്കൽ ഗാങ്സ്റ്ററിസം എന്നുള്ളതാണ്. നേരത്തെ ഇത്തരം വാക്കുകൾ ജി സുധാകരൻ പല ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നേരത്തെ പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന വാക്കായിരുന്നു മുൻപ് ഉപയോഗിച്ചത്. ഇതിപ്പോൾ പൊളിറ്റിക്കൽ ഗാങ്സ്റ്ററിസം എന്ന വാക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉപയോഗിക്കുന്നത്. അത് ആ രീതിയിലുള്ള ഗാങ്സ്റ്ററിസത്തിന്റെ ഭാഗമായിട്ടുള്ള കൂട്ടമാണ് തനിക്കെതിരെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നത്. അമ്പലപ്പുഴയിലുള്ള 25 പേർ മാത്രമാണ് തനിക്കെതിരെ നിൽക്കുന്നത്. ആ 25 പേർ അവരുടെ സുഹൃത്തുക്കൾ വഴിയും വ്യാജ ഐഡികൾ ഉപയോഗിച്ചും തനിക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്തുകയാണ്. അത് നിരന്തരം നടത്തുന്നു. കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയത്. താൻ ആകെ കോൺഗ്രസിന്റെ 2 സെമിനാറിൽ മാത്രമാണ് പങ്കെടുത്തത്. CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ MA ബേബി ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ജാഥയിൽ പങ്കെടുത്ത് ബീഹാറിൽ സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം ശശി തരൂരിനെ CPM പരിപാടിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രാഷ്ട്രീയ നേതാക്കൾ മറ്റു രാഷ്ട്രീയ നേതാക്കളുടെ രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ്? താൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം പറയാനാണ്, അതല്ലാതെ രാഷ്ട്രീയ മാറ്റത്തിനല്ല എന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത്. അതിനെ ഇത്തരത്തിൽ വിമർശിക്കുന്നത് കൃത്യമായ താല്പര്യമുള്ളവരാണ്. അതൊരു ആലപ്പുഴയിലെ പൊളിറ്റിക്കൽ ഗാങ്സ്റ്ററിസത്തിന്റെ ഭാഗമായിട്ടാണ്. അമ്പലപ്പുഴയിലുള്ള ഒരു നേതാവിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം, നേരത്തെ തന്നെ അമ്പലപ്പുഴയിലുള്ള നേതാവുമായി ബന്ധപ്പെട്ടുള്ള പല വിമർശനങ്ങളും ജി സുധാകരൻ ഉന്നയിക്കാറുണ്ട്. ആ രീതിയിൽ ആ നേതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നത്. 25 പേര് മാത്രമാണ് ഇതിലുള്ളത്. അങ്ങനെ കൃത്യമായി ആളുകളുടെ പേരടക്കം എടുത്തു പറയുന്നു. ഇതിൽ ജില്ലാ കമ്മിറ്റി നടപടിയെടുക്കണം. സംസ്ഥാന നേതാക്കൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഇത് ശ്രദ്ധിക്കണം. പാർട്ടിയോട് സ്നേഹമുള്ള നേതാക്കളുണ്ടെങ്കിൽ ഇത് അന്വേഷിച്ച് പരിശോധിച്ച് നടപടിയെടുക്കണം. ഇത്തരത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ, ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണം. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്തു കളയണമെന്നടക്കമുള്ള അതിരൂക്ഷ വിമർശനം തന്നെയാണ് ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ജി സുധാകരനുമായി സംസാരിക്കുമ്പോൾ പാർട്ടി വിട്ട് ഒരു സ്വതന്ത്രനായി അവിടെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന മട്ടിലുള്ള പ്രചരണങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം കാണുന്നത്? നിലവിൽ അതുമായി നേരത്തെ ഒരു പ്രാദേശിക പത്രത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ ജി സുധാകരൻ
ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്നടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു. അതായത് ജി സുധാകരൻ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന രീതിയിലാണ് ഈ ക്യാമ്പയിൻ ഇപ്പോൾ ആലപ്പുഴയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ തന്നെ നടക്കുന്നത്. പക്ഷേ ജി സുധാകരൻ അക്കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. താൻ നേരത്തെ BJPയിൽ പോകുമെന്നുള്ളതായിരുന്നു ഒരു വിഭാഗം നടത്തിയ ക്യാമ്പയിൻ. ഇപ്പോൾ അത് മാറി കോൺഗ്രസിനൊപ്പമാക്കുന്നു. അങ്ങനെ തന്നെ മറ്റു പാർട്ടിക്കൊപ്പം ചേർക്കാനാണ് പലരും ശ്രമിക്കുന്നത്. CPM-ൽ നിന്ന് താൻ ഉൾപ്പെടെയുള്ള നിലപാടെടുക്കുന്ന ആളുകളെ പുറത്താക്കാനാണ്, അല്ലെങ്കിൽ പാർട്ടി ചില ആളുകളുടേത് മാത്രമാണ് എന്ന ധാരണ ചിലർക്കുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ജി സുധാകരൻ പറയുന്നത്. അതിനപ്പുറം മത്സരിക്കുന്ന കാര്യം സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. താങ്ക് യു ശരത്ത്. വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ്. ശരിക്കും പറഞ്ഞാൽ ആഞ്ഞടിച്ചു എന്ന് തന്നെ പറയാം. ജി സുധാകരൻ സഹികെട്ട് പറഞ്ഞതാണ് കേട്ടോ. അത്രമേൽ വലിയ സൈബർ ആക്രമണത്തിനാണ് ജി സുധാകരൻ ഇരയായത്. ജി സുധാകരന്റെ സഹോദരനെ ജി സുധാകരന്റെ സഹോദരൻ രക്തസാക്ഷി ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ വേറെ പേരിലൊക്കെ വിളിച്ചേനെ എന്ന മട്ടിലുള്ള പ്രചരണമാണ് വന്നത്. സുധാകരന്റെ കുടുംബാംഗങ്ങളെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സൈബർ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളും മനസ്സിലാക്കുന്നത്. അതൊന്നും ശരിയല്ല. ഒരു മുതിർന്ന നേതാവല്ലേ ജി സുധാകരൻ. ജി സുധാകരൻ മന്ത്രിയായിരുന്നപ്പോഴോ നേതാവായിരുന്നപ്പോഴോ പാർട്ടിക്ക് അവമതിപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇപ്പോഴും എതിരാളികൾ പോലും ജി സുധാകരനെ കുറിച്ച് പറയുന്നത് കറകളഞ്ഞ രാഷ്ട്രീയ വ്യക്തിത്വം എന്നാണല്ലോ. മിനിമം അതിലേക്ക് അംഗീകരിക്കണ്ടേ. പിന്നെ ചില കാര്യങ്ങൾ ജി സുധാകരൻ പറയും, പറഞ്ഞോട്ടെ, വയ്ക്കുക, അത്രേ ഉള്ളൂ.